ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രേമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡോക്ടറോട് കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. ആദർശിൻ്റെ അച്ഛനും കൂടി ചേർന്നുകൊണ്ട്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ദേവയാനിയുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായത് അവർ ആത്മഹത്യക്ക് ശ്രമിച്ചതല്ല. പക്ഷേ അവർക്ക് അവരുടെ ദേഹത്ത് എങ്ങനെയാണ് ഈ വിഷം ചെന്നതെന്ന് പോലും അവർക്ക് അറിയില്ല. പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ആണ് ചെയ്തതെങ്കിൽ അത് വലിയൊരു പ്രശ്നമാകുമല്ലോ. കാരണം ഇനി ആ വീട്ടിൽ താമസിക്കുന്നത് വലിയ റിസ്ക് ആയിട്ട് മാറും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശിൻ്റെ അച്ഛനാണെങ്കിൽ, ഡോക്ടറെ എങ്ങനെയെങ്കിലും ദേവയാനിയെ രക്ഷിച്ചേ മതിയാവുള്ളൂ. ദേവയാനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുടുംബത്തിൻ്റെ താളം തെറ്റും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഡോക്ടറെ. ദേവയാനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് അത് സഹിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാകും. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊന്നും പോലും ഞങ്ങൾക്കറിയില്ല. ദേവയാനിയോട് ശത്രുതായിട്ട് ആരും അങ്ങനെ ഇല്ല ഡോക്ടറെ എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. ഡോക്ടറെ, എന്നാലും ദേവയാനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ദേവയാനിക്ക് എത്രയും പെട്ടെന്ന് സുഖമില്ലേ? എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാമല്ലോ അല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ, അങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റില്ല. ആളുടെ കണ്ടീഷൻ കുറച്ച് ക്രിറ്റിക്കലാണ്. കാരണം ഈ ഒരു വിഷം ഉള്ളിൽ ചെന്നിരിക്കുകയല്ലേ, അത് ശരീരം ഭാഗത്ത് മുഴുവനും വ്യാപിച്ചു. കിഡ്നിയും കരളൊക്കെ അടിച്ചു പോകാതിരുന്നത് ദൈവഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി. പക്ഷേ ഇപ്പോഴും ആ ഒരു വിഷമഘട്ടത്തിൽ നിന്ന് ദേവയാനി കരകയറിയിട്ടില്ല. അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അതേ ഡോക്ടറെ, അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങൾ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നത്. ദേവയാനി ഇനി കണ്ണ് തുറക്കാതെ ഞങ്ങൾ മലക്ക് പോകുകയില്ല, ഈ മാല അഴിക്കത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഡോക്ടറോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ദേവയാനിയെ കാണാനായിട്ട് ചില്ലിക്കുകയാണ്. അപ്പോൾ ദേവയാനിയുടെ ആ ദയനീയാവസ്ഥ കണ്ടിട്ട് ഇവർക്കും സഹിക്കാനായിട്ടൊന്നുമില്ല. ആദർശ് അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളാണല്ലോ. കാരണം അമ്മേനെ ജീവനാണ്. അമ്മ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ. നയനയോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അമ്മയുടെ അത്രയും വരില്ല നയനയോടുള്ള സ്നേഹം ആദർശിന്. അമ്മയുടെ ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദർശിന് സഹിക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര പ്രവൃത്തിയുള്ളൊരു വ്യക്തിയാണല്ലോ നമ്മുടെ ദേവയാനി. അപ്പോൾ ദേവയാനി ഒന്നുമല്ലാത്തൊരവസ്ഥയിലാണ് അങ്ങനെ കിടക്കുന്നത്. ഇവർ രണ്ടുപേരും ഭയങ്കര ഇരുന്ന് കരച്ചിലാണ്. അങ്ങനെ ഇതേ സമയം തന്നെ അനന്തപുരിയിലാണെങ്കിൽ ദേവയാനിയാണല്ലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇനി ദേവയാനിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി വെക്കണം. ദേവയാനി ഇത്രയ്ക്കും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കിടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും ഇവർക്കൊരു ദയയില്ല. അനാമികയുടെ തള്ളയും തന്തയും ഒക്കെ ഒരു കണക്ക് തന്നെയാണ്. മുത്തശ്ശനാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞു. മുത്തശ്ശനാണെങ്കിൽ അനാമികയെ തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അനാമികയുടെ ആ തള്ളയോടും ആ കുടുംബം വിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഇറങ്ങിക്കോ എന്ന് പോലും മുത്തശ്ശൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ മുത്തശ്ശനോട് ഇനി കൂടുതൽ അധികം നേരം സംസാരിച്ചാൽ ശരിയാവില്ലെന്ന് പോലും നമ്മുടെ അനാമികയുടെ തള്ളയ്ക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ തന്ത വന്നിട്ട് അനാമികയോട് പറയുകയാണ്, മോളെ, ഏതായാലും ഈ ദേവയാനി ഹോസ്പിറ്റലാണ്. നമ്മൾ നവ്യക്ക് വെച്ച കണിയാണല്ലോ, അത് എങ്ങനെയോ അവരുടെ ഉള്ളിൽ ചെന്നു. പക്ഷേ ഇനിയെങ്ങാനും നമ്മൾ പിടിക്കപ്പെട്ടാൽ, പക്ഷെ പിടിക്കപ്പെടാതെ നമ്മൾ നോക്കണം. അല്ലെങ്കിലേ ആ നയനയും നവ്യയും കൂടി ചേർന്നിട്ട് ഇതെല്ലാം നമ്മളുടെ തലയിൽ വെച്ച് തരും. ലാസ്റ്റ് കറങ്ങി തിരിങ്ങി നമ്മൾ എല്ലാവരും ഇവിടെ നിന്ന് പുറത്തിറങ്ങേണ്ടി വരും. കാരണം ദേവയാനിക്കാണ് ഒരു ആപത്ത് പറ്റിയിരിക്കുന്നത്, അതായത് മൂത്ത മരുമകൾക്ക്. അപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അറിയാലോ, പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. നമ്മുടെ പ്ലാനുകളെല്ലാം തകർന്നടിയും. ഇപ്പോൾ അനിയും നിന്നോട് ഷാട്ടിങ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തെ തുടർന്ന് നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോലും അവൻ മടിക്കില്ല. അച്ഛാ, ഇപ്പം എന്താ ചെയ്യേണ്ട അച്ഛാ? എന്നാലും ആ നവ്യ ഇപ്പം വിലസി നടക്കുകയാണ്. അവളുടെ കണ്ണീര് കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അതൊന്നും നടന്നില്ലല്ലോ അച്ഛാ. എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ ആകെ ടെൻഷനുണ്ട്, ആകെ സങ്കടം, നിരാശയാണ് അച്ഛാ എന്നൊക്കെ ഇന്ന് പറയുകയാണ്. ഇനി നിരാശപ്പെട്ടിട്ടൊന്നും കാര്യമില്ലല്ലോ. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ വേണം നിങ്ങൾ ഇനി മുന്നോട്ട് ചെയ്യാനായിട്ട്. എന്താ അച്ഛാ? അതെ, നിങ്ങളേതായാലും ദേവയാനിയെ കാണാനായിട്ട് പോകുന്നില്ലേ? കാണാൻ പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അച്ഛൻ ഒരു പേടിയാ. കാരണം ഇതെല്ലാം ചെയ്തു കൂട്ടിയത് നമ്മളല്ലേ. അപ്പോൾ ഏതെങ്കിലും വഴി നമ്മളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? ഒരിക്കലും അറിയാനായിട്ട് പോകുന്നില്ല. ദേവയാനി ഏതായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അല്ലേ. അപ്പോൾ അവർ തന്നെ പറയണമല്ലോ എന്താണ് അവർ കഴിച്ചതെന്നൊക്കെ, എന്തിൽ നിന്നാണ് അവർക്ക് ഉണ്ടായതെന്ന് അവർ തന്നെ പറയണം. അല്ലാതെ എങ്ങനെ കണ്ടെത്താനാണ്? അവരുടെ ഉള്ളിൽ വിഷം ചെന്നു, അത്രേ മാത്രമേ ഇപ്പം അറിയത്തുള്ളൂ എല്ലാവർക്കും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം. ദേവയാനിയെ കാണണമെന്ന് നിങ്ങളങ്ങോട്ട് പറയണം. അതിനുശേഷം നിങ്ങൾ ഐസിലേക്ക് കയറി ചെല്ലണം. പക്ഷേ ദേവയാനിയുടെ അപ്പോഴത്തെ അവസ്ഥയും അവശതയും നിങ്ങൾ അത് കാര്യമാക്കാൻ നിൽക്കണ്ട. ആ സമയത്ത് അവിടെ കയറി ചെന്നിട്ട് നിങ്ങൾ ദേവയാനിയുടെ ചെവിയിൽ ഇങ്ങനെ ഓതി കൊടുക്കണം,
നയനയാണ് ഇതിനെല്ലാത്തിനും കാരണം. നയനയാണ് പാലിൽ വിഷം കലർത്തിയത്. അത് നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്ത് അവിടെ കിടന്ന് പിരിമുറുക്കം കൊള്ളണം ദേവയാനി. മരുമകളെ പൂർണ്ണമായിട്ടും വെറുക്കണം. അതാണ് വേണ്ടത്. നമുക്കിനി അതേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളൊന്നും മിണ്ടാതെ കൈയും കെട്ടി നോക്കിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയും നവിയും അവിടെ കിടന്ന് നല്ല വിലസും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെന്നോ. അതിനുശേഷം ഹോസ്പിറ്റലിൽ വെച്ച് കാര്യങ്ങളെല്ലാം പറ. ദേവയാനിക്ക് അപ്പം എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിട്ടൊന്നും നിങ്ങളത് വിഷയമാക്കാൻ നിൽക്കണ്ട. പക്ഷേ ദേവയാനിയോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയണമെന്ന് ഈ തന്ത പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അനാമികയാണെങ്കിൽ അച്ഛാ ഞങ്ങൾ ഈ പറയുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാലോ അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. നിങ്ങൾ പറയാനുള്ള പറഞ്ഞോ. എങ്കിൽ പിന്നെ ഓക്കെ അച്ഛാ. ഇനി ഞങ്ങൾ അവിടെ ചെന്ന് ഏതായാലും ആൻറ്റിയോട് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം. ഞങ്ങളത് തകർത്തടിച്ചോളാം. അപ്പോൾ അനാമികയുടെ അമ്മയ്ക്ക് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് സന്തോഷം തോന്നിക്കുകയാണ്. അയ്യോ ഇതെങ്കിലും ഒന്ന് വിജയിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. ഇതേ സമയം തന്നെ ആദർശ് വന്നിരിക്കുകയാണ്. അപ്പോൾ ആദർശിനോട് ചോദിക്കാൻ നയന എന്തായി കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദൈവഭാഗ്യം കൊണ്ട് കരളിലേക്കും കിഡ്നിയിലേക്കും പിടിച്ചിട്ടില്ല. അങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ അമ്മയുടെ ജീവൻ ആപത്തായാനായിരുന്നു. പക്ഷേ ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജ് വിട്ടിട്ടില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. ഈ വിഷം ശരീരത്തോട് മുഴുവനും വ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് ഇതാവാതെ ഒരു രക്ഷയില്ല. പിന്നെ ഈ വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് തട്ടിയൊന്നും പോകൂല. പക്ഷേ ഒരു 4-5 ദിവസം ജീവശവമായിട്ട് അങ്ങനെ തന്നെ കിടക്കും. ഒരനക്കവോ ഒന്നുമില്ലാതെ അങ്ങനെ തന്നെ കിടക്കുമെന്നും ഈ നമ്മുടെ ആദർശ് പറയുകയാണ്. അപ്പം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നയനയ്ക്കും നവ്യക്കും ഒക്കെ സങ്കടം തോന്നുകയാണ്. നവ്യക്ക് ഈ ദേവയാനിയെ ഇഷ്ടമല്ലെങ്കിലും നയനയുടെ അമ്മായിയമ്മയാണല്ലോ. അപ്പോൾ ആ ഒരു പരിഗണന നവ്യയും കാണിച്ചു. അങ്ങനെ നവ്യയാണെങ്കിൽ ഈ അഭിയോട് മിണ്ടാൻ പോകുമ്പോഴും അഭിയാണെങ്കിൽ നവ്യയിൽ നിന്ന് അകന്നകന്നു പോവുകയാണ്. ഇനിയിപ്പോൾ അഭിയുടെ കൈ പിടിക്കാൻ പാടില്ല, അഭിയുടെ തോളെ പിടിക്കാൻ പാടില്ല, അഭിയോട് സംസാരിക്കാൻ പാടില്ല, അപ്പം പറയും ഞാൻ സ്വാമിയല്ലേ എന്നൊക്കെ അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒഴിവൊഴികൾ പറഞ്ഞുകൊടുന്ന് മാറാൻ ശ്രമിക്കുകയാണ് അഭി. അപ്പോൾ അഭിയിൽ നിന്നും എന്തൊക്കെയോ സംശയങ്ങൾ നമ്മുടെ നവ്യയ്ക്കും തോന്നിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നയന എന്നിട്ടും ചിന്തിക്കണം എങ്ങനെയാണ് ആ ഒരു വിഷം ഉള്ളിച്ചത്, അതിന് മാത്രം എന്താ പിടിച്ചത് എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തായിരിക്കും കാരണം അതൊന്നും പിടികിട്ടുന്നില്ല നമ്മുടെ നയനയ്ക്ക്. അപ്പോൾ ആദർശിനോട് പറയണം എന്നാലും എന്തിൽ നിന്നാണ് ഇതൊക്കെ കിട്ടിയെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കേ അതൊന്നും അറിയില്ല, അമ്മയോട് ഡോക്ടർ ചോദിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തിൽ നിന്നാണ് ഈ വിഷം ഉള്ളിൽ ചെന്നെന്ന് പോലും അമ്മയ്ക്ക് പോലും പറയാൻ പറ്റുന്നില്ല. ചെറിയൊരു മയക്കത്തിൽ ഇങ്ങനെ കണ്ണുറന്നപ്പോൾ ചോദിച്ച കാര്യങ്ങളാണ്. പക്ഷേ അമ്മയുടെ ആ ഒരു കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം മുത്തശ്ശിനോടും കാര്യങ്ങളെല്ലാം പറയണം. അപ്പം മുത്തശ്ശനാണെങ്കിൽ ഇത് ചെയ്തത് ആരാണെങ്കിലും ആരുടെ കൈ കൊണ്ടാണെങ്കിലും എന്ത് മുഖേനയാണെങ്കിലും അവർ പിന്നെ ഈ വീട്ടിലുണ്ടാവില്ല എന്ന് മുത്തശ്ശനും കടുത്ത തീരുമാനത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയാണ്. കാരണം പോകെ ഇവർ രണ്ടുപേരാണ് ഇത് ചെയ്തതെന്ന് ശരിക്കും മനസ്സിലാവും. ലാസ്റ്റ് അനിയാണെങ്കിൽ അനാമിക ഉപേക്ഷിക്കുകയും ചെയ്യും. പിന്നെ അനിയും നന്ദു ആയിരിക്കും ഇനി കൂടിച്ചേരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളെല്ലാവരും കാത്തിരുന്ന് തന്നെ കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.